ഇന്നത്തെ വീഡിയോ കുറച്ചൊന്ന് സ്പെഷ്യലാട്ടോ. അതായത് ഞാൻ ചെറിയൊരു ഗിവ് അവേ പോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. അത് എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ആൻസർ കിട്ടും. അവർ ആൻസർ കമൻ്റായിട്ട് ഇടുക. അങ്ങനെ കുറേ പേര് കറക്റ്റ് ആൻസർ കമൻറ്റ് ചെയ്താൽ ഞാൻ 3 പേർക്ക് നറുക്കെടുത്തിട്ടോ എങ്ങനെയെങ്കിലും 3 പേർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുക. ഗിഫ്റ്റ് എന്താണെന്നൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അതുപോലെ അടുത്ത വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ മുന്നേ കമൻറ്റ് ചെയ്യുന്നവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് പത്തിരിയും കട്ട്ലേറ്റൊക്കെ തന്നെ ആട്ടോ ഉണ്ടാക്കുന്നത്. കട്ട്ലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ തൊട്ടടുത്ത് കിച്ചൻ്റെ നേരെ സൈഡിൽ ഒരു ഒഴിഞ്ഞ പറമ്പാട്ടോ. അപ്പോൾ അവിടെ മക്കൾ ഇങ്ങനെ കളിക്കുന്നത് കാണാം. കളിക്കുന്നതും അടി ഉണ്ടാക്കുന്നതും അത് അവർ സോൾവ് ചെയ്യുന്നതും. അപ്പോൾ അതൊക്കെ കണ്ടിരുന്ന് കൊണ്ട് പണിയെടുക്കാൻ വലിയ ബോറടിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കട്ട്ലേറ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ജ്യൂസ് അടിച്ച് വെക്കുകയാണ്. ഇന്ന് മാങ്ങയാണ് ജ്യൂസ് അടിക്കുന്നത്. ഇനി പിന്നെ കട്ട്ലേറ്റ് പൊരിക്കാനും കൂടിയുള്ളൂ. കാരണം ജ്യൂസും കട്ട്ലേറ്റും ആയാലും നമുക്ക് നോമ്പ് തുറക്കാനുള്ളതൊക്കെ റെഡിയാവും. പിന്നെ ബാക്കി പണിയൊക്കെ രാത്രി ഫുഡ് കഴിക്കാൻ നേരത്തെ ചെയ്യുള്ളൂ. 8 ഒക്കെ ആകുമ്പോഴേ പിന്നെ കിച്ചണിലേക്ക് വരുള്ളൂ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഞാൻ ഈ തേങ്ങയും ഉള്ളിയും ജീരകം കൂടി അരയ്ക്കുന്നത് എന്തുണ്ടാക്കാൻ വേണ്ടിയായിരിക്കും എന്ന് നിങ്ങളൊന്ന് പ്രെഡിക്റ്റ് ചെയ്യണം. ഞാനിതിൻ്റെ കുറച്ച് മുമ്പേ ഒരു വീഡിയോയിൽ ഞാനത് ഉണ്ടാക്കിയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾ കറക്റ്റ് കമൻറ്റ് ചെയ്യുന്നവർക്കാണ് സമ്മാനം.